മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകും. ഇന്ന് നടന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് വിവരം. രണ്ടാം മോദി സർക്കാരിൽ ഐ.ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. രാജീവ് ചന്ദ്രശേഖറിനു പുറമെ ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, മുൻ പ്രസിഡന്റ് വി. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ. ഇവരെയെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുമായാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് പ്രവർത്തന മണ്ഡലം പൂർണ്ണമായും മാറുമ്പോൾ മുന്നിലുള്ളത് പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകാശ് ജാവദേക്കറാണ് അദ്ദേഹത്തിന്റെ പേര് കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത്. മത്സരം ഒഴിവാക്കാൻ കോർ കമ്മിറ്റിയിലെ ധാരണയ്ക്ക് ശേഷം ഒരാളിൽ നിന്ന് മാത്രമേ പത്രിക സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെയായിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള സമയം. 4-നാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പ്രഖ്യാപന സമ്മേളനം. കേരളത്തിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.